ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നയതന്ത്ര പ്രധാനമായ സൈനിക താവളങ്ങളിലൊന്നായ ഡിയോ ഗർഷ്യ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പതിറ്റാണ്ടുകളായി ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഈ ദ്വീപ് മൗറീഷ്യസിന് വിട്ടുനൽകാൻ ബ്രിട്ടൻ തീരുമാനിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ഈ നീക്കത്തെ മഹാവിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയതോടെ വിഷയം ഒരു അന്താരാഷ്ട്ര നയതന്ത്ര യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഡിയോ ഗർഷ്യ? എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഈ ദ്വീപ് വിട്ടുനൽകുന്നത്? ട്രംപിന്റെ എതിർപ്പിന് പിന്നിലെ കാരണം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡിയോ ഗർഷ്യ. 1965 മൗറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് തൊട്ടു മുൻപ് ബ്രിട്ടൻ ഈ ദ്വീപുകളെ തങ്ങളുടെ അധീനതയിലാക്കി. പിന്നീട് 1966 അമേരിക്കയുമായി ചേർന്നുള്ള ഒരു കരാറിലൂടെ അവിടെ ഒരു വമ്പൻ സൈനിക താവളം പണിതു. ഇതിനായി അവിടെ പാരമ്പര്യമായി താമസിച്ചിരുന്ന 2000ഓളം ആളുകളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചു. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ വരെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ ദ്വീപ്. ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾക്കും ഒടുവിൽ 2024 ഒക്ടോബറിൽ ബ്രിട്ടൻ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാൻ ബ്രിട്ടീഷ് സർക്കാർ സമ്മതിച്ചു. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. ഡിയോ ഗർഷ്യയിലെ സൈനിക താവളം അടുത്ത 99 വർഷത്തേക്ക് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിൽ തന്നെ തുടരും. ഇതിനായി വർഷം തോറും വലിയൊരു തുക മൗറീഷ്യസിന് ബ്രിട്ടൻ നൽകണം. നിലവിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ 2026 ജനുവരിയിൽ കഥ ആകെ മാറിമറിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഈ കരാറിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചു. മൗറീഷ്യസിന് ദ്വീപ് വിട്ടു നൽകുന്നത് ചൈനയ്ക്ക് ആ പ്രദേശത്തെ സ്വാധീനം ഉറപ്പിക്കാൻ വഴി തുറക്കുമെന്നാണ് ട്രംപിന്റെ വാദം. മൗറീഷ്യസിന് ചൈനയുമായുള്ള അടുത്ത ബന്ധം അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. ഈ കരാറിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം ബ്രിട്ടന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ട്രംപിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി ബ്രിട്ടീഷ് സർക്കാർ രംഗത്തെത്തി. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടതെന്ന് ബ്രിട്ടീഷ് വക്താവ് അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും തർക്കത്തെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരുന്ന ബില്ല് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് ഡിയോ ഗർഷ്യയെ ചൊല്ലിയുള്ള ട്രംപിന്റെ പുതിയ പ്രസ്താവന എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇനി ഈ വിഷയത്തിൽ ഇന്ത്യക്ക് എന്താണ് കാര്യം എന്നല്ലേ? ഇന്ത്യയെ സംബന്ധിച്ചും ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സാന്നിധ്യം ഇന്ത്യക്കും ഭീഷണിയാണ്. നിലവിൽ മൗറീഷ്യസിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഡിയോ ഗർഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യം മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ട്രംപിന്റെ ഇടപെടലോടെ ബ്രിട്ടൻ കരാറിൽ നിന്ന് പിന്നോട്ടു പോകുമോ, അതോ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് മൗറീഷ്യസിന് ദ്വീപ് ലഭിക്കുമോ? ഇക്കാര്യങ്ങളെ അറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്. ഡിയോ ഗർഷ്യയുടെ ഭാവി കേവലം ഒരു ദ്വീപിന്റെ പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കൈമാറ്റത്തിന്റെ സൂചന കൂടിയാണ്.